നിന്ന് നമ്മുടെ 40% സ്ത്രീകളും 12% പുരുഷന്മാരും UTI നേരിടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ലേഡീസ് പ്രത്യേകിച്ച് യാത്ര പോകുമ്പോൾ ബാത്റൂമിൽ പോകാൻ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് അല്ലെ. ജെൻസിനെ പോലെ അത്ര ഈസി ആയിട്ട് നമുക്കൊന്നും പോകാൻ സാധിക്കുന്നുണ്ടായില്ല. അപ്പൊ യൂറിൻ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത്, ഇനിയിപ്പോ നമുക്ക് എന്തായാലും അറിയാം ഡീഹൈഡ്രേഷൻ കൂടുതലാവുന്ന സമയമാണ്. അത്രയും ശക്തമായിട്ടുള്ള വേനലാണ് പുറത്തുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കാൻ ഒരു അവസരമാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. യൂറിൻ ഇടയ്ക്കിടെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനായിട്ട് പോയിന്ന് തോന്നുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ ബ്ലഡ് കലർന്ന യൂറിൻ പോകുന്നുണ്ടാവുക, അടിവയറിൽ വേദന ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ UTI വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു ബാക്ടീരിയൽ ഫംഗസ് അല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ ക്രാൻബെറി ഈ ക്രാൻബെറി കൂടാതെ ഡീമെന്നോസ് എന്നൊരു ഘടകം കൂടെ ഉണ്ട്. അത് യൂറിനറി ട്രാക്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയയെ വരാൻ അനുവദിക്കില്ല. നമുക്ക് ക്രാൻബെറി ഒരു ചെറിയ ബാക്ടീരിയ എങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ സമ്മതിക്കില്ല. കൊല്ലുകയല്ല ചെയ്യുക, പുറന്തള്ളാണ് ചെയ്യുക. അപ്പൊ ഈ UTIക്ക് ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ക്രാൻബെറി. മറ്റൊന്ന്, നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം, അതിനൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. സന്ധിവാതം നേരിടുന്നവർക്ക് നമുക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്നുണ്ട്. ഡാൻഡ്രഫുമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട്, സ്കിന്നിലെ റിങ്കിൾസ് മാറാനായിട്ട്, അതുകൊണ്ട് നമ്മൾ റിങ്കിൾസ് പറയുമ്പോൾ നമ്മൾ ഒരു ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. അതിന് സഹായിക്കുന്ന ഒന്നാണ് ക്രാൻബെറി. മെനോപോസ് സമയത്ത് ഉണ്ടാകുന്ന ഈസ്ട്രജന്റെ വ്യതിയാനം കൊണ്ടും ബ്ലഡിലൂടെ ഒരുപാട് കാൽസ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടും ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ക്രാൻബെറി നമ്മളെ ബോൺസിനെ സ്ട്രോങ് ആക്കുകയും ഈസ്ട്രജൻ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ അവസ്ഥയ്ക്കൊക്കെ ഭയങ്കര മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊന്ന് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആണ്, പിത്താശയക്കല്ല്. മിക്കവാറും ലേഡീസിനാണ് കൂടുതലായിട്ട് ഈ വിഷയം വരുന്നത്. അപ്പൊ ഇതിന് സാധാരണ പരിഹാരം എന്ന് പറഞ്ഞ സർജറി തന്നെയാണ്. അപ്പൊ ഇതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ക്രാൻബെറി. ഇതിന്റെ കൂടെ നമ്മുടെ ഫ്ലാക്സ് ഓയിലും ടോക്സിനും കൂടെ കഴിക്കുക. ഒപ്പം ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ എന്തും നമ്മൾ തുടക്കത്തില് തിരിച്ചറിയുക, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ക്രാൻബെറിയുടെ MRP വരുന്നത് 1875 രൂപയും DP പ്രൈസ് 1630 രൂപയാണ്. നമുക്ക് 60 ക്യാപ്സുലായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഞാൻ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 5-6 പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും മുഴുവൻ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ നിങ്ങളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഫോളിക് ആൻഡ് അയൺ പ്ലസ്. നമുക്കറിയാം ഇത് അനീമിയ പണ്ടൊക്കെ ദരിദ്ര കുടുംബങ്ങളിൽ ആഹാരത്തിന്റെ കുറവ് കൊണ്ട് വന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ. ഒന്നുകിൽ HBയുടെ അളവ് കുറയുന്നതാവാം, അതല്ലെങ്കിൽ RBCയുടെ അളവ് കുറയുന്നതാവാം. അപ്പൊ RBC നമുക്കറിയാലോ, ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്നത് കൊണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പൊ RBC ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും വേണ്ടുള്ള ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും സെല്ലിന് വേണ്ടുന്ന ഓക്സിജന്റെ അളവ് കുറയും. അത് നമ്മുടെ ഓരോ സെല്ലിനെയും ബാധിക്കും. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടന്റ് കുറയുന്നതാണ്. അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. ഒരു ദിവസം നമുക്കറിയാം 200 ഗ്രാം ഇലക്കറിയെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എത്ര പേര് ഇപ്രകാരം കഴിക്കുന്നുണ്ടെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അതിന്റെ ആൻസർ അറിയാം. അപ്പൊ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഞാൻ ഇനിയെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോ ഇലക്കറികളൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അതിന് സമയമില്ല പറയാനായിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഈ വിഷയത്തിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടാവും. രണ്ടാമത്തത് സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിൾ നഷ്ടപ്പെടുന്ന ബ്ലഡാണ്. നമുക്ക് 30 മുതൽ 50 മില്ലി വരെയാണ് ഒരു തവണ നമ്മളിത് കഴിയുമ്പോൾ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. PCODയും ഫൈബ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേറെ കൂടുതലായിട്ടാണ് പോവുക. അപ്പൊ പിന്നെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡിന്റെ കുറവുണ്ടാകുന്നു. മൂന്നാമത്തെ കാരണമായിട്ട് നമ്മൾ ചില ആളുകളുടെ അവരുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അതുപോലെ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും അത് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും, അനീമിയ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം 58% കുട്ടികളിലും 50% സ്ത്രീകളിലും 4-ൽ 1 പുരുഷനും അനീമിക് ആണെന്നാണ് പറയുന്നത്.
അപ്പൊ ആരോഗ്യമുള്ള ഒരു പുരുഷന് 13 മുതൽ 17 വരെയാണ് HB ലെവൽ വേണ്ടത്. സ്ത്രീകൾക്കാണെങ്കിൽ 12 മുതൽ 15 വരെ. ഈ ലെവലിൽ കുറയുമ്പോഴാണ് നമ്മൾ അനീമിക് ആവുന്നത്. ഇതിനൊരു പരിഹാരമായിട്ട് വെസ്റ്റ് നമുക്ക് തന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫോളിക് ആൻഡ് അയൺ പ്ലസ് എന്ന് പറയുന്നത്. ഇതിൽ 5 കണ്ടന്റ് ആണുള്ളത്. ഫെറസ് ഹ്യൂമറേറ്റ്, ഫോളിക് ആസിഡ്, അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ B12, സിങ്ക് സൾഫേറ്റ്. ഇതില് ഫെറസ് ഹ്യൂമറേറ്റ് എന്ന് പറയുന്നത് ശരീരത്തിലെ അയണിനെ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അയണിന്റെ ഏറ്റവും നല്ലൊരു ഫോമാണ് ഫെറസ് ഹ്യൂമറേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടന്റ് നമ്മുടെ ബ്ലഡിലെ RBC പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ വരുന്നത് ഫോളിക് ആസിഡ് ആണ്. നമ്മുടെ സെല്ലിലെ DNA നിർമ്മാണത്തിനും RBC ഉത്പാദനത്തിനും വളരെ നിർണായകമായിട്ടൊരു ഘടകമാണ് ഫോളിക് ആസിഡ്. പ്രഗ്നന്റ് ആവാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 3 മാസം മുൻപെങ്കിലും ഫോളിക് ആസിഡ് കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഗർഭസ്ഥ ശിശുവിനെ ന്യൂറൽ ട്യൂബ് ഡിഫൻസ് അഥവാ തലച്ചോറിന്റെയും നട്ടലിന്റെയും ഒക്കെ വൈകല്യങ്ങൾ വരുന്നതിൽ നിന്നും ഫോളിക് ആസിഡ് ഒരു പരിധി വരെ തടയുന്നുണ്ട്. അതേപോലെ പ്രീ എക്ലാംസിയ വരുന്നത് തടയുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നന്റ് ആയ ലേഡീസിന് BP കൂടുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണത്. ഫോളിക് ആസിഡ് അനീമിയ അഥവാ വിളർച്ചയിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ തടയുന്നുണ്ട്. മൂന്നാമത്തേത് വൈറ്റമിൻ സി ആണ്. നമ്മൾ ഫുഡിലൂടെയും സപ്ലിമെന്റിലൂടെയും കഴിക്കുന്ന അയൺ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വൈറ്റമിൻ സി വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് B12 ആണ്. അടുത്തത് നമ്മുടെ ബോഡിയിലെ RBC ജനറേറ്റ് ചെയ്യാനും ഞരമ്പുകളുടെ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തത് സിങ്ക് സൾഫേറ്റ്. ഇത് പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനും അതുപോലെ അനീമിയയുമായി ബന്ധപ്പെട്ട ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യത, നമുക്ക് ബ്ലഡിലൂടെ കാൽസ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത്. അനീമിയുടെ ലക്ഷണങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്കറിയാം, പതിവില്ലാത്ത ക്ഷീണം വരിക, അതേപോലെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ അമിതമായിട്ടുള്ള നെഗറ്റീവ് വരിക, കിതപ്പ് വരിക, അതുപോലെ കൈകാലിലൊക്കെ നീര് വരിക, കണ്ണിലിട്ട് കയറുക, തല കറങ്ങുക, ഒപ്പം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളോട് നമുക്ക് ആഗ്രഹം കൂടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും അനീമിയയിൽ വരുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫോളിക് അയൺ എന്ന് പറയുന്നത്. ഇതിന്റെ MRP വരുന്നത്, ഫോളിക് അയണിന്റെ MRP 250 രൂപയാണ്. നമുക്ക് 240 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിട്ട് 60 ക്യാപ്സ്യൂളാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ വളരെ സമയം അതിക്രമിച്ച് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ജീവിതശൈലിയിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലാണ് മാരക രോഗങ്ങളെ